2 മാസം നടന്നു. 2 മാസം നടന്നപ്പം ഒരു മെസ്സേജ് വരും ഞങ്ങൾ വീട്ടിലേക്ക്. എൻ്റെ അങ്കിൾ ഗാർഡിയൻ ആയിരുന്നു. സോ ഹി റിസീവ്സ് എ മെസ്സേജ് സെയിങ് ദാറ്റ് നിങ്ങൾ 2 മക്കളും സ്കൂളിലേക്ക് വരുന്നില്ല. അന്ന് എനിക്കും എൻ്റെ ബ്രദറിന് നല്ല തല്ല് കിട്ടി. പക്ഷേ എനിക്ക് അപ്പോഴുള്ള ചാലഞ്ച് വെച്ചാൽ ഞാൻ ഭയങ്കര തടിയനായിരുന്നു. എല്ലാവരും പൊണ്ണത്തടിയ ആനക്കുട്ടി എന്നൊക്കെ വിളി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജോഷ് ടോക്കിൽ വന്ന് സംസാരിക്കാൻ പോലും ആ ഒരു 250 റുപ്യൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. ആദ്യത്തെ ബെൽറ്റ് ടെസ്റ്റ് വന്നു, ഞങ്ങൾ ഇൻസ്ട്രക്ടർ വന്നു, എക്സാമിനർ വന്നു, സ്റ്റുഡൻസ് എല്ലാവരും ഗ്യാദർ ചെയ്തു, എക്സാമിനേഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി, ഒരൊറ്റ ആൾ ഫെയില്, അത് ഞാനായിരുന്നു. എക്സാം എഴുതി നാട്ടിലേക്ക് തിരിച്ചു പോയി. 1 മാസം കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഫെയിൽ. ആ വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ആ വേൾഡ് റെക്കോർഡ് ആ ട്രാവൽ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു സർ, യു മോട്ടിവേറ്റഡ് മീ ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ് വേർ ഐ ആം ടുഡേ. Today what I do is create leaders in the world. You need to understand that your education is not going to help you. What is the gap? You need to have the leadership skills. I don't want to have a student like you because you could be a bad influence to other students in our school. Therefore, you have been terminated from the school. You are dismissed from the school. ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ, സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ വെറും ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹായ്, ഐ എം ഫറൂഖ് സെൻസി. ഐ എം എ പേഴ്സണൽ ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച്. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഇന്ന് ഈ ജോഷ് ടോക്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന 6 turn points കുറിച്ചിട്ടാണ്. How I went, how I faced those turning points and how I overcame those turning points. ഞാൻ അതിനെ ബ്രേക്ക് ത്രൂസ് എന്നാണ് പറയല്. So, let's start with the very first one. ഞാൻ ജനിച്ചത് ഡൽഹിയിലാണ്. ഒരു ആംബുലൻസിലാണ് ഞാൻ ജനിച്ചത്. ഡ്രൈവർ കൂടാതെ ആ ആംബുലൻസിലുണ്ടായിരുന്ന എൻ്റെ ഫാദറും എൻ്റെ മദറും മാത്രമായിരുന്നു. എൻ്റെ ഫാദർ ഡോക്ടറല്ല, ഒരു നേഴ്സല്ല, ഒരു മിഡ് വൈഫ് അല്ല. ബട്ട് he was working with Indian Air Force. Indian Air Forceലെ ഒരു എയർമാൻ ആയിരുന്നു. He was a services weight lifter and a power lifter. ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് നടന്നത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഡാഡി ഇന്ത്യൻ എയർഫോഴ്സ് വിട്ട് ഗൾഫിലേക്ക് പോകാമെന്നുള്ള ഡ്രീമോടുകൂടി കേരളത്തിലേക്ക് വരാൻ, തിരൂരിലേക്ക് വരികയാണ്. തിരൂർ വന്നപ്പോൾ ഡാഡിക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ബ്രദറിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു. ദർ വാസ് നോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അറ്റ് ദാറ്റ് ടൈം ഇൻ തിരൂർ. ദ ഓൺലി സ്കൂൾ വാസ് ഇൻ കാലിക്കറ്റ് ഈസ്റ്റിലായിരുന്നു സ്കൂളുള്ളത്. ഞങ്ങൾക്ക് മലയാളം വായിക്കാറില്ല, എഴുതാറില്ല, മനസ്സിലാവുമായിരുന്നു. ലിറ്റിൽ വി കുഡ് അണ്ടർസ്റ്റാൻഡ് മലയാളം, ബട്ട് വി വർ നോട്ട് ഏബിൾ ടു റീഡ് ഓർ റൈറ്റ്. സോ എൻ്റെ ഡാഡി എല്ലാ ദിവസവും ട്രെയിനിൽ കാലിക്കറ്റ് വരും, അവിടുന്ന് സ്കൂളിലേക്ക് പോകും, ആൻഡ് വി കം ബാക്ക് ആസ് വെൽ. അങ്ങനെ ഒരു 2 മാസത്തോളം എൻ്റെ ഡാഡി അത് കണ്ടിന്യൂ ചെയ്തു. വളരെ സ്നേഹമുള്ള ഒരു ഡാഡിയായിരുന്നു. ഡാഡിക്ക് അപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുന്നത്, കുവൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പം ഡാഡി പോയപ്പോൾ എനിക്കും എൻ്റെ ബ്രദർ എന്ന് വെച്ചാൽ ഒരു ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു. നൗ ദർ ഇസ് നോ പാരന്റ്, നോ ഗാർഡിയൻ ടു ലുക്ക് ആഫ്റ്റർ us and we are free. എന്ന് ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോകും, പക്ഷേ സ്കൂളിലേക്ക് ഒരിക്കലും എത്താറില്ല. കാലിക്കറ്റ് വരും, അവിടെ ക്രൗൺ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് പുഷ്പ അല്ലെങ്കിൽ അപ്സര, ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. എല്ലാ തിയേറ്റേഴ്സിലായിരിക്കും ഞങ്ങൾ പോയി എൻഡപ്പ് ചെയ്യാം. എല്ലാ ദിവസവും ഓരോ സിനിമ കാണലായിരുന്നു പതിവ്. വീക്ക് എൻഡ്സിലാണെങ്കിലോ തിരൂർ വന്നിട്ട് കാണും. അങ്ങനെ ഏകദേശം 2 മാസം നടന്നു. 2 മാസം നടന്നപ്പം ഒരു മെസ്സേജ് വരും ഞങ്ങൾ വീട്ടിലേക്ക്. എൻ്റെ അങ്കിൾ ഗാർഡിയൻ ആയിരുന്നു. സോ ഹി റിസീവ്സ് എ മെസ്സേജ് സെയിങ് ദാറ്റ് നിങ്ങൾ 2 മക്കളും സ്കൂളിലേക്ക് വരുന്നില്ല. അന്ന് എനിക്കും എൻ്റെ ബ്രദറിന് നല്ല തല്ല് കിട്ടി. നെക്സ്റ്റ് ഡേ മൈ അങ്കിൾ ആൻഡ് മൈ സെൽഫ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളുടെ റൂമിൽ കയറണം. അവിടെയാണ് ആ പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞത്, we don't want to have a student like you because you could be a bad influence to other students, so therefore you have been dismissed and you have been terminated from the school. ഇതാണ് എൻ്റെ ആദ്യത്തെ എപ്പിസോഡ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ക്രേസി ഫോർ മീ. ഞാൻ ബ്രൂസ്ലിൻ്റെയും അതേപോലെ അമിതാഭ് ബച്ചൻ്റെ, ജയൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ജയൻ എങ്ങനെയാണ് വന്നത്? ഞങ്ങൾ കേന്ദ്രീയ വിദ്യാലയം, ഈസ്റ്റിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കും. ലിസ എന്ന സിനിമേൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ജയനും വിധുവാലി അവിടെ വന്നിരുന്നു. അവരെ പരിചയപ്പെടാനുള്ള ചാൻസ് കിട്ടി. പുള്ളിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ ഐ വാസ് റിയലി ക്രേസി അബൌട്ട് ഹിം. സോ എല്ലാ ജയൻ മൂവി, എല്ലാ അമിതാഭ് ബച്ചൻ മൂവി, എല്ലാ ബ്രൂസ്ലി മൂവിയിലാണ് ഞങ്ങൾ എൻ്റെ പേരിൽ. എനിക്ക് സിനിമ കാണാമെന്ന് മാത്രമല്ല, സിനിമയിൽ ആക്ട് ചെയ്യുക എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹൗ ടു ആക്ട്. പക്ഷേ എനിക്ക് അപ്പോഴുള്ള ചാലഞ്ച് വെച്ചാൽ ഞാൻ ഭയങ്കര തടിയനായിരുന്നു. എല്ലാവരും പൊണ്ണത്തടിയ ആനക്കുട്ടി എന്നൊക്കെ വിളിക്കും. ചിലപ്പോൾ എൻ്റെ ബ്രദർ പോലും ഞങ്ങൾ വാക്ക് ചെയ്യുമ്പം ഹിൽ ആസ്ക് മീ ടു വാക്ക് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റോഡ് ആൻഡ് ഹിൽ ടേക്ക് ദ അതർ സൈഡ് ഓഫ് ദ റോഡ്. അങ്ങനത്തെ ഇതായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു കറാട്ടെ ക്ലബ്ബ് വരുന്നത് തിരൂർ വരുന്ന ആദ്യത്തെ ക്ലബ്ബ്. അന്ന് കറാട്ടെ ഒന്നും അത്ര പോപ്പുലർ ഇല്ലാത്ത കാലത്തായിരുന്നു.
So I thought, okay, let me take a karate class so that I can shut down my extra weight or pound. പക്ഷെ അവിടെ 2 ചാലഞ്ച് വന്നു. ആദ്യത്തെ ചാലഞ്ച് പാരൻസ് ഒരിക്കലും വിടാൻ പോകുന്നില്ല, കാരണം അത് തല്ല് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എന്നുള്ളൊരു തോന്നൽ, നമ്പർ 1. And number 2 was I didn't have the money for that because I was very small at that time. എന്താ ചെയ്യുക, എല്ലാ വാതിൽ തുറക്കപ്പെടുന്നില്ല പറഞ്ഞു. ഞാൻ എല്ലാ വാതിലും കൊട്ടി നോക്കി, ഒരു വാതിലും തുറന്നില്ല. അപ്പോൾ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡാഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീക്കോ 5 വാച്ച് ഉണ്ടായിരുന്നു. സീക്കോ 5 എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാവുന്നത് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു നെയ്ബർ ഉണ്ട്, ഗോൾ കീപ്പർ മുസ്തഫ എന്ന പേര്. ഹി വാസ് എ വെരി ഗുഡ് ഗോൾ കീപ്പർ. സോ ഞാനും മുസ്തഫയും പോയിട്ട് തിരൂറുള്ള ഫോറിൻ മാർക്കറ്റ് എന്ന് പറയും, ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിൽ പോലും അറിയപ്പെടുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് തിരൂറുള്ള. സോ ഐ ഗോ ദേർ. ഈ ഒരു വാച്ച് സീക്കോ 5 വാച്ച് ഞാൻ വിൽക്കുകയാണ്. 250 റുപ്യക്കാണ് അത് വിൽക്കുന്നത്, അറൗണ്ട് അബൌട്ട് $4. അത് വിറ്റ് ആ ഒരു $250 ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജോഷ് ടോക്കിൽ വന്ന് സംസാരിക്കാൻ പോലും ആ ഒരു 250 റുപ്യൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. I took the 250 rupees, paid for my karate fee, including my uniform. അവിടെ നെക്സ്റ്റ് ചാലഞ്ച് വന്ന്, ഓക്കെ, 1 മാസത്തെ ഫീസ് കൊടുത്തു, യൂണിഫോം കിട്ടി, ഇനി മാസങ്ങളുണ്ടല്ലോ പഠിക്കാൻ, 1 മാസം കൊണ്ട് കറാട്ടെ പഠിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നല്ല ആർട്ടിസ്റ്റ് തന്നെയാണ്, നല്ല ഡ്രോ ചെയ്യാൻ ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു, ഈസ് നോ മോർ അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു, can I do one thing? I can paint the posters for you, the banners for you. Is that fine? ഓക്കെ എന്ന് പറയാം. അങ്ങനെ എനിക്കൊരു എക്സംഷൻ കിട്ടുകയാണ്, ഏതെന്ന് കറാട്ടെ ഫീസ് കൊടുക്കാം. ഇപ്പം സിനിമ എന്നുള്ള ആ ഒരു ഡ്രീം പോയിട്ട് അതിൻ്റെ ഇടയിലൊരു ഡ്രീം വന്ന്, ഐ വോണ്ട് ടു ബിക്കം എ ബ്ലാക്ക് ബെൽറ്റ്. ഐ വോണ്ട് ടു ബിക്കം ബ്ലാക്ക് ബെൽറ്റ് ബിക്കോസ് ദെയർ നോ ബ്ലാക്ക് ബെൽറ്റ് അറ്റ് ദോസ് ഡേയ്സ്. അപ്പം ഒരു 6 മാസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ബെൽറ്റ് ടെസ്റ്റ് വരികയാണ്. ആദ്യത്തെ ബെൽറ്റ് ടെസ്റ്റ് വന്നു, ഞങ്ങൾ ഇൻസ്ട്രക്ടർ വന്നു, എക്സാമിനർ വന്നു, സ്റ്റുഡൻസ് എല്ലാവരും ഗ്യാദർ ചെയ്തു, എക്സാമിനേഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി, ഒരൊറ്റ ആൾ ഫെയിലായി, അത് ഞാനായിരുന്നു. That was the second turning point or the second episode in my life. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് പ്ലെയിൻ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അത് ഡക്കോട്ട ആയാലും അല്ല, നാറ്റ് ആയാലും അല്ല, MiG-21, MiG-22, കാംബറ, പാക്കറ്റ്, ഡക്കോട്ട, അങ്ങനത്തെ ഒരുപാട് പ്ലെയിൻസ് കണ്ട് വളർന്നത്. അപ്പോൾ എനിക്ക് പൈലറ്റ് ആവാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലുണ്ട്. പക്ഷേ എനിക്കറിയാം എനിക്ക് പൈലറ്റ് ആവാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ 12ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ ഒരു കത്തി എൻ്റെ കണ്ണിലേക്ക് തറച്ചു. എൻ്റെ കണ്ണ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എൻ്റെ കണ്ണ് റൈറ്റ് കണ്ണുകൊണ്ട് എനിക്ക് ഒരു 5% മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാം പൈലറ്റ് ആവാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ആ ഡ്രീമല്ലേ, വൈ ഡോണ്ട് യു ഗോ വിത്ത് എ ഡ്രീം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പേപ്പറിലൊരു ആഡ്സ് വരുന്നത്, അതായത് പൈലറ്റ് ട്രെയിനീസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എയർഫോഴ്സിലേക്കാണ് തോന്നുന്നത്, ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ആഡ്സ് കണ്ടു, അപ്ലൈ ചെയ്തു. ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന എക്സാമിനേഷന് വേണ്ടി, സെയിം ഞാൻ പറഞ്ഞില്ല, മുസ്തഫ, ഗോൾ കീപ്പർ മുസ്തഫ, ഹി വാസ് മൈ പെറ്റ്. സോ ഞാനും മുസ്തഫയും കൂടെ ഈ എക്സാമിനേഷന് പോകണം. ഞാനാണ് എഴുതുന്ന ആൾ, പുള്ളി ഒരു സപ്പോർട്ടറായിട്ടാണ് വരുന്നത്. എക്സാം എഴുതി ഏകദേശം 100-100 ആൾക്കാരുണ്ടായിരുന്നു. എക്സാം എഴുതി ഒരാഴ്ച കഴിഞ്ഞു, റിസൾട്ട് വന്ന് പാസ്സായി. ഇനിയുള്ളത് ഇൻ്റർവ്യൂ ആണ്. ട്രിവാൻഡ്രം പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മറ്റൊരു ഫ്രണ്ട് മുഹമ്മദ് ഹുസൈൻ, ഞങ്ങൾ രണ്ടാളും ട്രാവൽ ചെയ്ത്, ഹി വാസ് ദെയർ ഫോർ ടു മോട്ടിവേറ്റ് മീ ആൻഡ് സോ ഫോർത്ത്, ഹി വാസ് സീനിയർ ടു മീ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻ്റർവ്യൂ ടൈമായി, റൂമിലേക്ക് കടന്നു. ദെയർ വാസ് എ സീനിയർ ഓഫീസർ സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ കടന്ന ഉടനെ തന്നെ ആ വ്യക്തിൻ്റെ എന്നെ നോക്കി ചോദിക്കാൻ, കുഡ് യു ടെൽ മീ ഹൗ ടോൾ ആർ യു? എത്ര ഹൈറ്റ്? ഞാൻ വളരെ പ്രൗഡായി, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും യു വെരി ടോൾ, യു വിൽ ഗെറ്റ് ദ ജോബ് ആൻഡ് സോ ഫോർത്ത്. ഞാൻ പ്രൗഡായിട്ട് പറഞ്ഞു, ഐ ആം 6'2" ടോൾ. അത് പറഞ്ഞ ഉടനെ തന്നെ ആ ഓഫീസർ പറഞ്ഞു, യു ആർ ബീൻ ഡിസ്മിസ്ഡ്, യു ആർ ടെർമിനേറ്റഡ്, വി കാൻറ്റ് ടേക്ക് യു. ഐ സെഡ് വൈ? ഹി സെഡ് യു ആർ ടോൾ. I'm not tall. He said that you can't sit in a cockpit or the flight deck of our flight. അന്നാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ഹൈറ്റ് ഉണ്ടാവുന്നത് ഒരു ദോഷമാണെന്നുള്ളത്. സോ ദാറ്റ് വാസ് മൈ തേർഡ് ഇൻസിഡൻറ്റ് ഓർ തേർഡ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സ് വിട്ട് കുവൈറ്റിലേക്ക് പോയെന്നുള്ളത്. കുവൈറ്റ് എയർവേസിലാണ് എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ ഒരു ബ്രോഷർ എനിക്ക് അയച്ചു തന്നു. ആ ബ്രോഷർ വ്യത്യസ്ത ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ചുള്ള ബ്രോഷറായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഐ നീഡ് ടു ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ അത് നടത്തുന്ന ഓർഗനൈസേഷൻ പേര് IATA അയാറ്റ എന്നുള്ള. ആ കാലത്ത് അയാറ്റനെ കുറിച്ച് ആർക്കും അറിയില്ല. ഒരു ഇൻസ്ട്രക്ടറും ഇല്ല, ഒരു സ്റ്റുഡൻറ്റും ഇല്ല, ഒരു കോച്ചും ഇല്ല, അക്കാഡമീസ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ ഒരുപാട് കോഴ്സുകൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായ ബ്രോഷർ നോക്കിയിട്ട് അതെല്ലാ ട്രെയിനിങ് മെറ്റീരിയൽസും ബൈ പോസ്റ്റാണ് വരിക. അത് സ്വിറ്റ്സർലാൻഡാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡിനോട്, ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഡു മൈ ബെസ്റ്റ് ടു ഗോ ത്രൂ ഇറ്റ്. അങ്ങനെ മെറ്റീരിയൽ വരുന്നതാണ്, ജനീവയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അത് കാനഡയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം ജനീവയിൽ നിന്ന് എല്ലാ മെറ്റീരിയൽ വന്നു. ഞാനെല്ലാം നോക്കിയപ്പോൾ എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. ആരോട് ചോദിക്കുകയാണെങ്കിലും ടീച്ചറില്ല, ഇൻസ്ട്രക്ടറില്ല, ആരുമില്ല. ഞാൻ അതിൻ്റെ ഡ്യൂറേഷൻ ആണെങ്കിൽ, വാലിഡിറ്റി ആണെങ്കിൽ 2 വർഷമുണ്ട്. ഞങ്ങൾക്ക് 2 ചാൻസും ഉണ്ട്. ഒരു ചാൻസ് പോയി, ഞാൻ എഴുതിയില്ല. 2ാമത്തെ ചാൻസ് ലാസ്റ്റ് ചാൻസാണ് ഉള്ളത്. 2 വർഷം ആവാറായി. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒരു എക്സാമിനേഷൻ സെൻറ്റർ, അത് വെറും ഒരു 10 സെൻറ്റർ എന്തോ ഉണ്ടായിരുന്നുള്ള ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒന്ന് എറണാകുളത്താണ്,
എറണാകുളത്ത് വന്ന് എഴുതി 4-5 പേര് മാത്രമേ ഉള്ളൂ. ഇന്നാണ് വെച്ചാൽ മഷ്റൂംഡാണ് IATA സെൻറ്റേഴ്സൊക്കെ. എക്സാം എഴുതി നാട്ടിലേക്ക് തിരിച്ചു പോയി. 1 മാസം കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഫെയിൽ. എൻ്റെ വലിയ ആഗ്രഹങ്ങളായിരുന്നു യാത്ര ചെയ്യാന്നുള്ള ആ ഒരു ഡ്രീമാണ് ഇവിടെ പൊട്ടിയത്. ദിസ് വാസ് മൈ 4th failure or the turning point in my life. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പൈലറ്റ് ആവാൻ പറ്റിയില്ല, ഈ IATയിൽ തോറ്റും ചെയ്ത് ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനൊരു ട്രാവൽ ഏജൻസിയിൽ അപ്ലൈ ചെയ്യട്ടെ. അങ്ങനെ ഒരു കേരളത്തിലെ കാലിക്കറ്റിലെ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു ട്രാവൽ ഏജൻസി പോയി നോക്കിയാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് ഞാൻ ആ ട്രാവൽ ഏജൻസിയിൽ പോവാം. ആ ട്രാവൽ ഏജൻസി പോകുമ്പോൾ അതിൻ്റെ ഹെഡായിട്ടുള്ള വ്യക്തി അന്ന് എന്തോ മൂഡിലെല്ലാം തോന്നുന്നു. പുള്ളി എന്നായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ചെറുതായിട്ട് തോന്നി. എന്നെ തന്നെ ഞാൻ ചെറുതായോ, കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ ആ ഒരു മീറ്റിങ്ങിന് പോയത്. വളരെ ചെറുതായെന്ന് തോന്നി. അന്ന് ഞാൻ ആ ട്രാവൽ ഏജൻസി ഇറങ്ങിപ്പോന്നു. എൻ്റെ എല്ലാ ഡ്രീമും എൻ്റെ മുമ്പിൽ വേൾഡ് ട്രാവൽ ചെയ്യാന്നുള്ള ഡ്രീം കംപ്ലീറ്റ് ഷാറ്റർ ചെയ്യാണ്. അതായിരുന്നു എൻ്റെ 5ാമത് ടേണിംഗ് പോയിന്റ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺസിനെ ഞാൻ ബ്രേക്ക് ത്രൂ ചെയ്തതെന്നുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വെരി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് മൈ സ്കൂളിംഗ്. ഞാൻ പറഞ്ഞല്ലോ സ്കൂളിങ് നിർത്തി എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു അങ്കിളുണ്ട് തിരൂരിൽ ഒരു സ്റ്റുഡിയോ നടത്തുന്നത്. ആ അങ്കിൾ പറഞ്ഞു യു കം ആൻഡ് വർക്ക് ഇൻ അവർ സ്റ്റുഡിയോ. അങ്ങനെ ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയി വർക്ക് ചെയ്യാണ് അങ്കിളിന് വേണ്ടിയിട്ട്. അങ്കിൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, അടിയോട് അടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടി കൊള്ളാനല്ല സ്കൂളിലേക്ക് പോകുന്നതാണ്. ഏകദേശം 1 വർഷം ഞാൻ അങ്കിളിൻ്റെ കീഴിൽ വർക്ക് ചെയ്തു. ഹി വാസ് ഗുഡ്, നോട്ട് ബാഡ് അറ്റ് ഓൾ. അങ്ങനെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിന് കാലിക്കറ്റിലെ മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇൻ്റർവ്യൂവിന് പോയി. എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ ഫെയിൽ ആയി, കാരണം ഐ വാസ് എ ബാക്ക് ബെഞ്ചർ. ഞാൻ ഒരിക്കലും ഒരു സ്മാർട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അങ്ങനെ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരേ ഒരു ഡോറ് സ്കൂളിലാണെങ്കിൽ തിരൂരുള്ള ഗവൺമെൻറ് ബോയ്സ് സ്കൂളാണ്. അവിടെ എൻ്റെ ഫാദർ പോലും പഠിച്ചിട്ടുള്ളത്. ആ സ്കൂളിൻ്റെ മറ്റൊരു ചാലഞ്ച് വെച്ചാൽ എല്ലാ സബ്ജക്റ്റും മലയാളത്തിലാണ്, ഇംഗ്ലീഷല്ല. അപ്പോൾ ഹെഡ് മിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എടുക്കാം, കുഴപ്പമില്ല, പക്ഷേ ആൾ മലയാളത്തിൽ പഠിക്കേണ്ടി വരും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തറയും പറയൊക്കെ ഞാൻ പഠിക്കണത്. എങ്ങനെയാണ് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് പാസ്സായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മൂക്കിലെ രാജ്യത്ത് ഒരു മുറിമിക്കൻ രാജാവായിരുന്നു. കാരണം ആ സ്കൂളിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി. ഒരു സ്കൂളിംഗ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പണ്ടത്തെ പോലെ കട്ട് ചെയ്യണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. 8th 9th പാസ്സായി. പക്ഷേ 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ പൊട്ടി. പക്ഷേ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഇടക്കാണ് വിസ്ഡം ട്യൂട്ടോറിയൽ തന്നെ ട്യൂട്ടോറിയൽ. അവിടെ പോയി ഞാൻ പഠിച്ച് 6 മാസം മലയാളം പഠിച്ചിട്ട് എങ്ങനെയോ ഞാൻ 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കോളേജിലാണ്. കാരണം അന്നത്തെ കോളേജ് സ്റ്റുഡൻറ്റ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റാണ്. ആ കോളേജ് വെച്ചാൽ TMG കോളേജ്, തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. കാരണം തിരൂരുള്ള തുഞ്ചൻ മെമ്മോറിയൻ്റെ തുഞ്ചൻ എഴുത്തച്ഛൻ്റെ നാടാണല്ലോ. അവിടുത്തെ TMG കോളേജാണ് എൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഒരു മാറ്റങ്ങൾ വരുത്തിയത്. TMG കോളേജിൽ ഏറ്റവും നല്ല സിംഗേഴ്സ്, ഓർക്കസ്ട്ര, പെയിൻറ്റിങ്, ക്രിക്കറ്റ്. ഐ വാസ് എ ടോപ്പ് സ്കോറർ ഫോർ മൈ പ്രീ ഡിഗ്രി. അവിടുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്ത് മീജന്ത ആർട്സ് കോളേജിലാണ്. അവിടെ ഞാൻ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ല കറാട്ടെ ക്ലാസ് വന്നപ്പോൾ എല്ലാവരും പാസ്സായി, ഒരേ ഒരു വ്യക്തി തോറ്റു എന്ന് പറഞ്ഞില്ല. ആ തോറ്റ വ്യക്തി 16ാമത്തെ വയസ്സിൽ, ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്ത് ഞാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കറാട്ടെ ഇൻസ്ട്രക്ടറായി മാറി. എൻ്റെ സ്റ്റുഡൻസ് വെച്ചാൽ എന്നെക്കാളും സീനിയേഴ്സ്, ഈവൻ തഹസിൽദാർ പോലും എൻ്റെ സ്റ്റുഡൻസായി മാറി. ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ എങ്ങനെയാണ് ഈ ആനക്കുട്ടി ആയിരുന്ന ആ വ്യക്തി എങ്ങനെ ഒരു കറാട്ടെ ഇൻസ്ട്രക്ടറായി മാറിയത്. എൻ്റെ സീനിയേഴ്സിനും അതിൽ ഭയങ്കര ഇതായിരുന്നു. എൻ്റെ ഇൻസ്ട്രക്ടറിന് പോലും എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു ഓക്കെ നൗ യു ആർ എൻ ഇൻസ്ട്രക്ടർ, നൗ പ്രൂവ് ദറ്റ് യു ആർ എ ചാമ്പ്യൻ. ആ വ്യക്തി ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, പക്ഷേ ആ ഒരു വാക്കാണ് എന്നെ മാറ്റിയെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചാമ്പ്യൻ ആയിട്ടുള്ളൂ. 4 പ്രാവശ്യം ഓൾ ഇന്ത്യ നാഷണൽ കറാട്ടെ ചാമ്പ്യനാണ് ഞാൻ. ഗോൾഡ് മെഡലിസ്റ്റാണ്, വെപ്പൺ കാറ്റഗറി ഗോൾഡ് മെഡലിസ്റ്റാണ്. 2 പ്രാവശ്യം ലോക കറാട്ടെ ചാമ്പ്യൻഷിപ്പിനെ ഖത്തറിനെ റെപ്രസെൻറ്റ് ചെയ്ത ആളാണ് ഞാൻ. ഇറ്റലിയിലും ബ്രസീലിലും ആണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. കറാട്ടയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഹിറാക്കാസു കനാസാവൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻ്റാണ് ഞാൻ. പുള്ളിൻ്റെ ലൈസൻസ് ഹോൾഡറാണ് ഞാൻ. ടോക്കിയോയിൽ പോയിട്ട് നേരിട്ടിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പഠിച്ച വ്യക്തിയാണ്. വേൾഡിലുള്ള 3 കറാട്ടെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് കറാട്ടെ ഡോ ഫെഡറേഷൻ, യൂണിയൻ ഓഫ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ എലക്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഞാൻ. There is nobody in India who has ever been the brand ambassador for the Asian level. എനിക്ക് 6 ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്, ഏകദേശം 16 വർഷം മുമ്പ് എനിക്ക് 6 ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. ഇന്ന് എനിക്ക് 1000ഓളം സ്റ്റുഡൻസ്, ദോ ഞാൻ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും എനിക്ക് 1000ഓളം സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിലുണ്ട്. 40 വർഷങ്ങളായിട്ട് എൻ്റെ കീഴിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടത് മലയാളം സിനിമയിൽ ആക്ട് ചെയ്യുന്ന മിസ്റ്റർ അബു സലീം. ഹീസ് വൺ ഓഫ് മൈ സ്റ്റുഡൻറ്റ്, ഹീസ് മൈ സീനിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും പുള്ളി മിസ്റ്റർ ഇന്ത്യ ആയിട്ട് അറിയാം, പക്ഷേ പുള്ളി ഒരു ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ളത് വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയുള്ളൂ.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അയാട്ട തോറ്റു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നാൻ തുടങ്ങി ഇനി എങ്ങനെയെങ്കിലും അയാട്ട ട്രെയിനിങ് സ്വന്തം ചെയ്തേ മതിയാവുള്ളൂ. ഡാഡിൻ്റെ പെർമിഷൻ കൊണ്ട് ഞാൻ എന്താ ചെയ്തത്, ഞാൻ എൻ്റെ കറാട്ടിൽ നിന്ന് കിട്ടുന്ന ഫീസ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അയാട്ടയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്തു. ബുക്ക് വന്ന് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. ഞാനത് പാസ്സായപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ലെറ്റ് മീ ഗോ ഫർദർ. അതിന് അഡ്വാൻസ് ലെവൽ എടുത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് വേറെ ട്രെയിനിങ് ഇല്ല അയാട്ടയിൽ. അപ്പോൾ അതിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, അതേപോലെ ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാർക്കറ്റിംഗ്, ഒരുപാട് വേറെ ട്രെയിനിങ്സ് വന്നു. എനിക്കെല്ലാം ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. എയറിൻ്റെ ഒരു എക്സാമിനേഷൻ നടത്തി. അതിൽ 40ഓളം കുട്ടികളുണ്ടായി. അതിൽ 100ൽ 100 മാർക്ക് വാങ്ങിച്ചിട്ട് ഐ ബിക്കെയിം ദ ചാമ്പ്യൻ ഇൻ എയർ ഇന്ത്യ. സോ ഞാൻ എൻ്റെ 5ാമത്തെ എക്സാമിന് വേണ്ടിയിട്ട് ബോംബെ എയർ ഇന്ത്യ സ്റ്റാഫ് കോളേജിൽ പോവാണ്. അവിടെ പോകുമ്പോൾ അവിടുത്തെ എക്സാമിനർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, have you done any other courses in IATA? I said, I've done 1, 2, 3 and 5. 5 എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീ ആകെ വണ്ടർ അടിച്ചു. എന്നോട് വെച്ച്, I have never seen anyone who has done 5 courses. Are you aiming for a world record? It just clicked me. I said, why not? I can go for a world record. I started doing programs after programs after programs. 15 programs ചെയ്തപ്പോൾ I'm getting a letter from IATA Geneva saying that you are the only person in the entire world who has done 15 programs and this is going to be a world record. So what I did, I applied for a world record. I became a world record. കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് എൻ്റെ വേൾഡ് റെക്കോർഡ് ഇന്നേ വരെ ആരും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. എൻ്റെ വേൾഡ് റെക്കോർഡ് തന്നെ 8 പ്രാവശ്യം ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തു. ഇന്ന് എനിക്ക് 41 വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ആരും തന്നെ ഇന്ന് വരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ആ വേൾഡ് റെക്കോർഡ് ആ ട്രാവൽ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു സർ, യു മോട്ടിവേറ്റഡ് മീ ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺസ് വേർ ഐ ആം ടുഡേ. ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വന്നു. അതിൽ ഏറ്റവും നല്ലൊരു ഓഫർ എനിക്ക് ലണ്ടനിൽ നിന്നാണ് വന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഏവിയേഷൻ സ്റ്റഡീസിൻ്റെ HOD ആയിട്ടുള്ള ഞാൻ ഓഫർ എടുത്തു. അവിടെ പോയി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ലണ്ടനിൽ ഞാൻ ഈ ഒരു ലണ്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ സമയത്താണ് എനിക്ക് ഖത്തർ എയർവേസിന് ഒരു ഓഫർ വരുന്നത് ആസ് എൻ ഇൻസ്ട്രക്ടർ. അന്ന് ഖത്തർ എയർവേസ് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ. ഇന്ന് വെച്ചാൽ പടർന്ന് പിടിച്ച് ഇന്ന് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എയർലൈൻസിൽ ഒന്ന് ഖത്തർ എയർവേസ് ആണ്. സോ ഐ സെഡ്, ഓക്കെ, ലെറ്റ് മീ ഗോ ഫോർ ദാറ്റ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്ന് ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു. പ്രസൻറ്റേഷൻ കണ്ട് എല്ലാവരും പാനലൊക്കെ ദേ സ്റ്റൂഡ് ആൻഡ് ദേ ക്ലാപ്ഡ് ആൻഡ് ദേ സെഡ് വി വാണ്ട് യു ആസ് ദ ഇൻസ്ട്രക്ടർ. ഐ സെഡ് ഫൈൻ, ഐ വിൽ ബി ദേർ. എൻ്റെ അഗ്രിമെൻറ്റിൽ എൻ്റെ സാലറി നോക്കും വളരെ ചെറിയ സാലറി, ചെറുതല്ല. ദാറ്റ് മീൻസ് ലണ്ടനിൽ കിട്ടുന്ന സാലറിനെക്കാളും ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓഫർ എടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പം അന്ന് ഇൻ്റർവ്യൂ പാനൽ ഉണ്ടായിരുന്ന വ്യക്തി, ഹി സെഡ്, ജോൺ പെനിക്കൽ എന്ന് പറയാം, പുള്ളി പറഞ്ഞു, ഫറൂഖ്, if you join the aviation industry, you can see the world. അത് ശരിക്കും എൻ്റെ നെഞ്ഞത്ത് കുത്തിയ പോലെ പോയി. I need to, because അതിൻ്റെ ഡ്രീമായിരുന്നു. I said, okay sir, I'm going to take it. അന്ന് മുതൽ 14 വർഷം ഞാൻ ഖത്തർ എയർവേസിന് വർക്ക് ചെയ്തു. ഐ ബിക്കെയിം ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഇൻസ്ട്രക്ടർ. 48 രാഷ്ട്രങ്ങളിൽ പോയിട്ട് വ്യത്യസ്ത സിറ്റിയിൽ പല പ്രാവശ്യം ഞാൻ പോയിട്ട് ട്രെയിനിങ് നടത്തി. ഈ ഒരു 14 വർഷം ട്രെയിൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബോധം വരാൻ തുടങ്ങി. ഏവിയേഷൻ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാം, നോട്ട് മോട്ടിവേറ്റ്, അവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ആ സമയത്താണ് US-ലെ 2 പ്രധാനപ്പെട്ട ആൾക്കാർ ഞാൻ പരിചയപ്പെടുന്നത്. ഒന്ന് ജോൺ മാക്സ്വെൽ, ഇന്നത്തെ ലോകത്തെ ഏറ്റവും നല്ല ലീഡർഷിപ്പ് കോച്ച് ആയിട്ടുള്ള ജോൺ മാക്സ്വെൽ. രണ്ടാമത്തെ ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ലെസ് ബ്രൗൺ. അവരായിട്ട് പരിചയപ്പെട്ടു, അവരെ ട്രെയിനിങ് പങ്കെടുത്തു, അവരെ കോച്ചിങ് പങ്കെടുത്തു, അവരെ ലൈസൻസ് കിട്ടി ആസ് എ ട്രെയിനർ, ആസ് എ ഫെസിലിറ്റേറ്റർ, ആസ് എ സ്പീക്കർ ആൻഡ് ആസ് എ കോച്ച്. ഞാൻ വന്നു ഖത്തർ എയർവേസ് റിസൈൻ ചെയ്തു 2016. കോവിഡ് വരുന്നേക്കാൾ മുമ്പ് 100% ഓൺലൈനിൽ കൂടെ ഞാൻ ട്രെയിനിങ് നടക്കാൻ തുടങ്ങി. ഒരുപാട് വ്യക്തികൾ, ഈവൻ ജോഷ് ടോക്കിൽ വന്ന് ഒരുപാട് വ്യക്തികൾ എൻ്റെ സ്റ്റുഡൻറ്റാണ്. എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഹൗ ക്യാൻ യു കണക്ട് വിത്ത് പീപ്പിൾ, ഹൗ ക്യാൻ യു കോച്ച് പീപ്പിൾ, ഹൗ ക്യാൻ യു ഡു ലീഡർഷിപ്പ്. ആ ഒരു പ്രോഗ്രാം ഇന്ന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, that is you have to build up your dream. എനിക്ക് പൈലറ്റ് ആകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൈലറ്റ് ആകാൻ പറ്റില്ല, കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് പൈലറ്റ് ആകാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ക്രിയേറ്ററിന് ഒരു ഇതുണ്ടായിരുന്നു. എന്നെ പൈലറ്റ്മാരെ ട്രെയിനറാക്കി മാറ്റി, പൈലറ്റ്മാരെ ഇൻസ്ട്രക്ടറാക്കി മാറ്റി, അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന എക്സാമിനറാക്കി മാറ്റി. Today what I do is I create leaders in the world. You need to understand that your education is not going to help you. What is the gap? You need to have the leadership skill. If you don't have the leadership skill, you do not know where you're taking your life. You got to have a clarity, you need to have consistency, you need to have that competency, you need to have the track where you're going to go in your life. If you don't have these 3 things, if you don't have the courage, if you don't have the communication skills, and if you don't have the confidence to face people, then how can you become a leader? So whoever you are, you have to ask yourself, are you a captain of your life? If you are the captain, you can make your life. This is Farooq Sensi. ജോഷ് ടോക്സ് ഇപ്പോൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടിയാണ്. ജോഷ് ടോക്സിലെ എല്ലാ വീഡിയോസിന്റെയും ഓഡിയോ വേർഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈയിൽ ലഭ്യമാണ്. ഈ ടോക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് കേൾക്കുവാൻ ജോഷ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ. സ്പോട്ടിഫൈയിൽ മാത്രം.
ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.